ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് വിഷയങ്ങളൊക്കെ ഉൾപ്പെടെ ഈ ഭവനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ വൈദികന്റെ നിര്യാണത്തിൽ സെന്റ് മേരീസ് വെളിവള്ളിയുടെ ലളിതമായ പ്രാർത്ഥനയും അനുശോചനവും ഈ സമയത്ത് സമർപ്പിക്കുന്നു. ദൈവം ഈ പ്രിയ ആചാര്യന്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യമായി മനസ്സിലാക്കുന്നിടത്തോളം മർത്തോമാ സഭയിൽ ഏറ്റവും ഉജ്ജ്വലസ്വരനായി പ്രവർത്തിച്ച ഒരു വലിയ ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ സഭയ്ക്ക് ഒത്തിരി അനുഗ്രഹമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ട്രസ്റ്റി ഒക്കെ ഈ പുരോഹിത ശ്രേഷ്ഠൻ ജനകീയനായ ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. അങ്ങനെ ജനത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് അർദ്ധസനിലേക്ക് വാങ്ങിപ്പോകുന്ന ഈ പുരോഹിതൻ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും സമർപ്പിക്കാം. സെക്രട്ടറി ഞാൻ അക്കൗണ്ട് ട്രസ്റ്റിയായിരുന്നു. ഇവിടെ 2 വർഷക്കാലത്തിനോടൊപ്പം സെക്രട്ടറി പ്രവർത്തിക്കാൻ സാധിച്ചു. 3 വർഷക്കാലം ഇടവകജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇടവകജനങ്ങളുടെ സ്നേഹം അറിഞ്ഞ് ഇടവകജനങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഏറ്റവും സുസ്ഥിരമായ രീതിയിൽ അച്ഛനെ ഇടവക ശുശ്രൂഷ അനുഭവിക്കുകയുണ്ടായി. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായിരുന്നു. കൊച്ചന്മാർ ജോലിയായിരുന്നു. രാവിലെ ഞാൻ പോകും, വൈകിട്ടാണ് കൊച്ചന്മാർ വരുന്നത്. എനിക്ക് മക്കൾ വീണ്ടും ഒക്കെ പഠിക്കുന്നതായ സമയം അവരൊക്കെ പഠന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പഠനങ്ങൾ ഉണ്ടാവില്ല. അച്ഛൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അച്ഛൻ ഇടവേദനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പല സമയങ്ങളിലൊക്കെ വളരെ താല്പര്യപൂർവ്വം ഇടവേദനയുടെ ഓരോ ആവശ്യങ്ങൾ അറിഞ്ഞ പ്രവർത്തനം. ലോകത്തിൽ ജനിപ്പാനും വളരുവാനും ഞങ്ങളുടെ ജനനത്തിനും മരണത്തിനും ഇടയിലായ ഒരു ജീവിത കാലയളവും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഏത് മനുഷ്യനോട് ചെന്നാൽ വിശ്വാസമാകുന്നതാണ്. അവിടുത്തെ തീർപ്രകാരം ഞങ്ങൾക്ക് ഈ ലോകത്തിലായിരിക്കാൻ ഉപ ചെയ്യുന്നതിനായിട്ട് സൂചിക്കുന്നു. പക്ഷേ അവിടുത്തെ സൂക്ഷ്മയിലായിരിക്കാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങൾക്കായിട്ട് ഞങ്ങളെ ബോധപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇടവയ്ക്കും ഞങ്ങളുടെ സഭയ്ക്കും ദേശത്തിനൊക്കെ ലഭിച്ചിട്ടുള്ള സൂക്ഷ്മങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ബോധപ്പെടുത്തുന്നു. ശരീരത്തിൽ മുസ്ലാത്മാവിലും അവിടെ ഇതിനുപോലെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. സൂക്ഷ്മകളൊക്കെ നിർവഹിക്കുവാൻ, ജനങ്ങളെ സ്നേഹിപ്പാൻ, അവർക്ക് വേണ്ടുന്ന എല്ലാ സൂക്ഷ്മങ്ങളും നൽകുവാനായിട്ടൊക്കെ ഇടയാക്കിക്കൊണ്ടിരുന്നായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ അവിടുത്തെ എതിർപ്രകാരം നിന്ന് മകനെ വേദനയില്ലാത്ത രോഗമില്ലാത്ത അവിടുത്തെ പ്രസന്നിലേക്ക് സ്വർഗീയാനുഭവത്തിലേക്ക് പിടിച്ച് ഓർമ്മിച്ചിരിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ അഭിമാനപ്പെട്ടെ ജനത്തിനും മരണത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുവാനായിട്ടുള്ള ആ നല്ലൊരു മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മരിക്കുമ്പോൾ നിത്യമായി ജീവിക്കുന്ന നിത്യനായ ദൈവത്തോടുകൂടെ ചേർന്ന കടന്നു വരുന്ന ഒരു സന്ദർഭമാകുന്നതോ ഞങ്ങളുടെ മരണം. അവിടുത്തെ ആ കാഴ്ചപ്പാടോടുകൂടെ കാണുവാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമേ. ഒറ്റയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആയിട്ട് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. അവരുടെ അടിയിലേക്ക് അവകാശം പകുതിയായിരുന്നു. അടിയിലേക്ക് അവരുടെ ദാനമായിട്ട് ആയുസിനായി ഓരോ അനുഭവങ്ങളും കർത്താവിനുള്ളൂ. നമുക്ക് ഹിതമാകുമ്പോൾ സമയത്ത് ചേർക്കുന്നത് അവർക്ക് ഹിതമനുസരിക്കുവാൻ പൂർണ്ണമായിട്ട് അങ്ങ് ഹിതത്തിന് വിധേയിക്കുക സേവനാളും മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുന്നു. പ്രിയപ്പെട്ട ജീവിതത്തെ ലഭ്യമായ ജീവിതത്തോട് സ്വാഗതം ചെയ്യുന്നു. സ്നേഹിതർക്ക് എൻ്റെ സ്നേഹത്തിന് അവസരം എടുക്കുവാൻ പറ്റുന്നു.
യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ, പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ, പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ, പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയവരായ നിന്റെ രഹസ്യങ്ങളുടെ ശുശ്രൂഷക്കാർക്ക് ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്ത് ഞങ്ങളെ ചേർത്തുകൊള്ളുകയും നിന്നെ ഘോഷിച്ചുല്ലസിക്കുന്നവരുടെ അവകാശമായ പ്രകാശമുള്ള വിശ്രാമ സ്ഥലങ്ങൾക്കും വിശുദ്ധന്മാരുടെ സംഘങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. തന്റെ ന്യായം ക്ഷമിച്ചും പാപങ്ങൾ മറച്ചും കിട്ടിയ കിട്ടിയവന് ഭാഗ്യം. എന്തെന്നാൽ നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു. പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതി പാടുന്ന മാലാഖമാർ ഒന്നിച്ച് മുപ്പസോദരോടുകൂടെ നിൽപ്പാനും നിന്നെ പ്രസ്നേഹിച്ചിട്ടുള്ള നിരന്മാരോടുകൂടെ പ്രകാശത്തിന് മണിയറയിൽ പ്രവേശിപ്പാനും ഞങ്ങളെ ഒരാക്കി തീർക്കണമേ. സമൻകാലോ പ്രാർത്ഥിച്ച് അവരോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. മാഞ്ഞുപോകാത്ത നല്ല മഹിമയുമില്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. അലങ്കരിക്കുന്നവനും മേൽപ്പെട്ടക്കാരെ പൂർണ്ണരാക്കുന്നവനും മൺമേരായവരിൽ നിന്ന് പട്ടക്കാരെ തിരഞ്ഞെടുത്ത് ആവശ്യപ്പെട്ട അനുഗ്രഹങ്ങളെ വിഭാഗിച്ചു കൊടുപ്പാൻ തൻ്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അവരെ അധികാരപ്പെടുത്തിയിരിക്കുന്നവനും തൻ്റെ തിരുമുഖ പ്രകാശത്തിൽ അവർ സന്തോഷിപ്പാനായി തനിക്ക് ഇഷ്ടം തോന്നി തൻ്റെ അടുക്കിലേക്ക് അവരെ എടുത്തുകൊള്ളുന്നവനുമായ മശിഹാതമ്പുരാന് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അതിന് യോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോൾ എല്ലായ്പ്പോഴും തന്നെ. പ്രധാനാചാര്യനായ മശിഹാതമ്പുരാനെ, ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസനും നീ അവന് ഭരം കൽപ്പിച്ചിട്ടുള്ള താലന്തുകളെ അവയുടെ ലാഭത്തോടുകൂടെ
നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമെന്നും ദൈവദൂതന്മാരുടെയും വിശുദ്ധന്മാരുടെയും സംഘത്തിൽ ഇവൻ ചേർക്കപ്പെടുമെന്നും സകല മനോവേദനകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒഴിഞ്ഞവനായി നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മഹത്വത്തിൽ ഇവൻ വസിക്കുമെന്നും വിശുദ്ധ സ്ത്രീഹന്മാരോടും സകല ശുദ്ധിമാന്മാരോടും കൂടെ ഹല്ലേലൂയ പാടി നിന്നെ പുകഴ്ത്തുമെന്നും വെടിപ്പുള്ള വട്ടക്കാരോടുകൂടെ വെള്ള നിലയങ്കികളാൽ അലങ്കരിക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ദൈവമായ കർത്താവേ, വെടിപ്പുള്ള പട്ടക്കാരുടെയും സത്യവിശ്വാസികളായ ശുശ്രൂഷക്കാരുടെയും സംഘത്തിൽ നിന്റെ ദാസരായ ഞങ്ങളെയും ചേർത്ത് കൊണ്ടുവേ. മേലുള്ള ഉത്സവങ്ങളിൽ നിലനിൽക്കുന്നവയും അഴിഞ്ഞു പോകാത്തവയുമായ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആയത് ഞങ്ങളുടെ കർത്താവേ ശിവശികായേ, നിന്റെയും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിന്റെയും ജീവനും വിശുദ്ധിയുള്ള റോഹായുടെയും കൃപയാൽ തന്നെ അതിപ്പോഴും എന്നേക്കും തന്നെ. രാജാവ് ഭയങ്കര സിംഹാസനത്തിന്മേൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ സർവംശങ്ങളും നല്ല മുൻപാകെ പ്രവേശിക്കുന്നു. സകല രഹസ്യങ്ങളും അവിടെ വെളിപ്പെടുന്നു. ആ നാഴികയിൽ ഭാവിക്ക് അവന്റെ ഹൃദയത്തിൽ എത്ര ദുഃഖമാകുന്നു. ന്യായവിധിയും ന്യായാധിപനും ആ നാഴികയും അവനെ ഭയങ്കരം തന്നെ. കർത്താവേ, നിന്റെ കൃപയാൽ താങ്ങപ്പെടുന്നവൻ ഭാഗ്യവാനാകുന്നു. നിന്റെ കരുണയാൽ ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാവരും മോചനം ആവശ്യമായിരിക്കുന്ന ആ ഭയങ്കര നാളും ഞങ്ങളെ തള്ളിക്കളയരുകയും നീ ഞങ്ങളെ ന്യായം വിധിക്കുന്ന ആ സമയത്ത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ഞങ്ങളോട് നീ പറയുകയും വരുതേ. ദൈവമേ, നിന്റെ കൃപയിൽ പ്രകാരം ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. രണ്ടാമത്തെ വെള്ളത്തിങ്കൾ നിന്നെ സ്നേഹിച്ചുള്ള നീതിമാന്മാരോടുകൂടെ നിന്റെ വലതു ഭാഗത്ത് ഞങ്ങളെ നിർത്തുമാറാകണമേ. നിന്റെ പ്രത്യക്ഷതയുടെ നാളിനെ കാത്തുവിരിക്കുന്ന നടിയാരോടുകൂടെ ഞങ്ങൾ നിനക്കാസ്തുതി പാടുവാനും നിന്റെ വരവിനായി കാത്തിരിക്കുവാനും കൂടെ യോഗ്യരാക്കണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ദുഃഖം പോകാതെ അംഗീകരിക്കണമേ. എന്നോട് പിതാവിന്റെ സ്തുതിയും മനസ്സിലുള്ള പുത്രൻ വന്ദനവും ആദാമ സന്തതികളെ വിൽക്കൽപ്പിക്കുന്ന റൂഹായിക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ദൈവപുത്രാരുമില്ലാത്ത രാജ്യത്തിൽ നീതിമാന്മാരുടെ നിന്റെ അടിയാരായ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. കണ്ടാലും തലമുറകൾ ലോകത്തിന്റെ വഴിയിൽ അണിനിരത്തപ്പെട്ടിരിക്കുന്നു. ഒന്നിനു പുറമെ ഒന്നായി അത് നീങ്ങിപ്പോകുവാൻ ബന്ധപ്പെടുന്നു. വലിയ പാലം കടന്നു പോകുന്നതിനായി അവർ പുറപ്പെടുന്നു. അവസാനത്തിലേക്ക് ഓരോരുത്തനായി കടന്നു പോകുവാൻ ധൃതി വിടുന്നു. ജീവിതകാലത്തിൽ മനുഷ്യർ ദൈവത്തെ പോലെ കൽപ്പിക്കുന്നു. അവസാന കാലത്ത് അവരെല്ലാവരും മൃഗങ്ങളെ പോലെ മരിക്കുന്നു. ഇന്നലെ പ്രഭാവവും ഉന്നതിയും അധികാരമുള്ളവരായിരുന്ന രാജാക്കന്മാർ ഇന്ന് മരിച്ചവരും വീണവരും മറിച്ചെടുത്തവരുമായ ദുഷ്ടന്മാർ. മരണത്തിന്റെ കാസാതനിൽ നിന്നും കടന്നു പോകുവാനായിട്ട് പ്രാർത്ഥിച്ച മിശിഹായേ, രണ്ടാമത്തെ മരണത്തിന്റെ കാസ ഞങ്ങളിൽ നിന്നും നീക്കിക്കളയണമേ. ദൈവമേ, ഞങ്ങളോട് തിരുമലിച്ച് ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് തിരുമലിച്ച് ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. മനുഷ്യങ്ങളെ ബന്ധാപത്തിലേക്ക് തിരിക്കുകയും ചെയ്യണമേ.
ഉയരെ